ഹലോ ഫ്രണ്ട്സ്, Tradingview.com എന്ന വെബ്സൈറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ സംസാരിച്ച കാര്യം എന്താണ് Tradingview.com, എങ്ങനെയാണ് നമ്മൾ അതിൽ അക്കൗണ്ട് എടുക്കുക, എങ്ങനെയാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. ഈ ഒരു വീഡിയോയിൽ എന്താണ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എത്തരത്തിൽ ചാർട്ട് Tradingview.com എന്ന വെബ്സൈറ്റ് മുഖേന അനലൈസ് ചെയ്യാം, നമുക്ക് എന്തെല്ലാം ടൂളുകളാണ് ഇതിൽ അവൈലബിൾ, എങ്ങനെയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യമേ പറയാനുള്ളത്, ഇപ്പം നിലവിൽ ഈ കാണുന്ന ചാർട്ട് GBP USD, അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് US ഡോളറിന്റെ പെയറാണ് അല്ലെങ്കിൽ ചാർട്ടാണ്. ഇത് കാണാൻ പറ്റും നമുക്ക് പല രീതിയിലുള്ള ക്യാൻഡിൽസ്റ്റിക് ആണ്. അതായത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്യാൻഡിൽസ്റ്റിക്, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവും, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഈ ചാർട്ടായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഫോറക്സിൽ തന്നെ ഏകദേശം 28ഓളം പെയേഴ്സുകൾ അവൈലബിൾ ആണ്. GBP USD എന്ന് പറയുന്ന പോലെ തന്നെ 28ഓളം കറൻസി പെയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന് പുറമെ നമുക്ക് ഗോൾഡ്, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന മറ്റ് പെയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ കൂടി എങ്ങനെ നമുക്ക് ടെക്നിക്കലായിട്ട് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് എന്തെല്ലാം ടൂൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റായിട്ട് നമുക്ക് ഇതേപോലെയുള്ള ചാർട്ട് സെലക്ട് ചെയ്യണം. ഈ റൈറ്റ് സൈഡിൽ ഈ ഐക്കൺ കാണുന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വാച്ചിങ് ലിസ്റ്റ് വന്നത്. അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ നോർമലി നമ്മൾ വാച്ചിങ് ലിസ്റ്റ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് സിമ്പിൾ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ പെയറുകളും നമ്മൾ എടുക്കേണ്ടത്. ഇതെങ്ങനെ ആഡ് ആക്കും ഞാൻ പറയാം. ഈ പെയറുകളെല്ലാം ഞാൻ ഡിലീറ്റ് ആക്കി, അതായത് യൂറോൻ്റെ സ്റ്റാർട്ടിങ് പെയറുകൾ എല്ലാം ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എങ്ങനെ നമുക്കിതിൽ ആഡ് ചെയ്യാം? ഓക്കെ, ഞാനിപ്പോൾ യൂറോ USD, അതായത് നമുക്ക് ഇതിൽ കാണുന്നത് പല ബ്രോക്കേഴ്സിൻ്റെ ചാർട്ടുകളാണ്. അതായത് നമുക്ക് കാണാം Forex.com, അതുപോലെ തന്നെ FXCM, അതിൽ ഓരോ ബ്രോക്കേഴ്സ് അവരുടേതായ രീതിയിലുള്ള ചാർട്ടുകളാണ്. നമുക്ക് യൂറോ USD നമുക്ക് ഈ ഒരു പെയർ എടുക്കാം. നമുക്കിവിടെ യൂറോ USD ഇവിടെ അടിയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, അതിന് പുറമെ നമുക്ക് GBP USD നമുക്ക് ഇതാ ഇവിടെ കാണാം, GBP USD. ഇനി നമുക്ക് ഈ ഒരു പെയറിൻ്റെ നമുക്ക് ചാർട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ നമുക്ക് ചാർട്ടുകളിൽ നമുക്ക് ആഡ് സിം അല്ലെങ്കിൽ വാച്ചിങ് ലിസ്റ്റായിട്ട് നമുക്ക് ഓരോ കറൻസികളും നമുക്ക് ഇതിൽ വാച്ചിങ് ലിസ്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോയ്സ് ചെയ്യുന്ന കറൻസികൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ, റെഡ്, അതുപോലെ തന്നെ യെല്ലോ, ഗ്രീന്, വയലറ്റ്, ബ്ലൂ തുടങ്ങിയ പല ഇതുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്ക് റെഡ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെയ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് നമുക്ക് പ്രോ അല്ലെങ്കിൽ പ്രോ പ്ലസ്, പ്രീമിയം തുടങ്ങിയ രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം, നമ്മുടെ അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതിന് നമ്മൾ എക്സ്ട്രാ ഫണ്ട് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കളർ ബോക്സ് ആണിത്. ഇതിൽ നമുക്ക് അത്യാവശ്യം നമ്മളെപ്പോൾ സംബന്ധിച്ചിട്ടുള്ള ട്രേഡേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ടൂളുകൾ അവൈലബിൾ ആണ്. എന്നാൽ പോലും പെയ്ഡ് ആയിട്ടുള്ള പ്രീമിയം രീതിയിലുള്ള വേർഷനിലേക്ക് നമ്മൾ ഈ ഒരു അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്കാളും കൂടുതലായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൂളുകൾ അതിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻസികൾ നമുക്ക് ഇതിൽ കൂടി നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് നമുക്ക് വന്നിട്ട് നമുക്ക് കറൻസിനെ നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് അതിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഓരോ പെയറുകളും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വാച്ചിങ് ലിസ്റ്റിൽ ആഡ് ആക്കി വെക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം GBP USD, നമുക്ക് യൂറോ USD പെയറാണ് വേണ്ടത്. നമ്മൾ ഇപ്പോൾ യൂറോ USD വാച്ചിങ് ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലിസ്റ്റിലാക്കി ഇട്ടു. അതേപോലെ തന്നെ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയറിൻ്റെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഒരു കാര്യം അറിയേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു ചാർട്ട് എടുത്തുകൊണ്ട് നമുക്ക് മാത്രം നമുക്ക് മനസ്സിലായി വരില്ല. ഓക്കെ, നമുക്കിതിൽ ഇവിടെ കാണാം പല രീതികളിലുള്ള ടൈമുകൾ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകൾ മനസ്സിലാവും ടൈമും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് 1 സെക്കൻഡ് മുതൽ 1 മന്ത് വരെയുള്ള ചാർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്താണ് 1 സെക്കൻഡ് അല്ലെങ്കിൽ എന്താണ് 1 മന്ത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് 50 മിനിറ്റ് ചാർട്ടാണ് ഇപ്പോൾ ലൈവായിട്ട് നമ്മൾ ഈ ഒരു ചാർട്ട് കാണുന്നത്. ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ടൈം 15 മിനിറ്റ് ആണ്. അത് 15 മിനിറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യും. അത് ഓരോ ക്യാൻഡിലും 15 മിനിറ്റുള്ള ക്യാൻഡിലുകളാണ്. ഇപ്പം നമ്മൾ ഒരു 1 അവറിലേക്ക് മാറ്റുവാണെങ്കിൽ ഓരോ ക്യാൻഡിലിൻ്റെ ടൈം 1 അവറാണ്, ഓരോ മണിക്കൂറാണ് ഓരോ ക്യാൻഡിൽ. അതേപോലെ തന്നെ നമ്മൾ ഏകദേശം 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഓരോ ക്യാൻഡിലും 5 മിനിറ്റാണ്, ഓരോ ക്യാൻഡിലും 5 മിനിറ്റാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ നമുക്ക് യൂസ്ഫുള്ളായ ടൈമിംഗ് ചാർട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതിന് വരുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സൂട്ട് ആയിട്ടുള്ള ടൈമിംഗ് ചാർട്ടുകൾ നമുക്ക് ഏതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് ഈ ടൈമിങ്ങിൻ്റെ. പിന്നെ മേലെ കാണുന്നത് ക്യാൻഡിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം.
ഇതിപ്പോൾ നിലവിൽ ചാർട്ട് ക്യാൻഡിലാണ്, ക്യാൻഡിൽ രൂപത്തിലാണ് ചാർട്ടുകൾ ഉള്ളത്. അതായത് ഓരോരോ ക്യാൻഡിലുകളായിട്ടുള്ള ചാർട്ട്, അതായത് 15 മിനിറ്റിൻ്റെ ഓരോരോ ക്യാൻഡിൽ ചാർട്ടുകളാണ് ഇവിടെ കാണുന്നത്. നമുക്കത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ബാർ ചാർട്ടുകൾ, ഇതാണ് ബാർ ചാർട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ ആൾക്കാരെ ഇഷ്ടാനുസരണം കൊണ്ട് നമുക്ക് അവർക്ക് സൂട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ചാർട്ടായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു എക്സാമ്പിളാണിത്. അല്ലെങ്കിൽ നമുക്ക് ലൈൻ ചാർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചില ഓരോ സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഓരോ ട്രേഡിംഗ് മെത്തേഡുകൾ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസുകളാണ്. ഈ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പറയുന്നത്. നമ്മൾ ക്യാൻഡിലായിട്ട് പൊതുവേ നമ്മൾ എല്ലാ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ചാർട്ട് പാറ്റേൺ ആണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പാറ്റേൺസ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ അനലൈസ് പഠിച്ചു കൊടുക്കുമ്പോൾ വെറും ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന്, സ്ട്രാറ്റജീസ് എന്താണെന്ന് നമുക്ക് പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളുകളാണ്. അതായത് വോളിയം, അതായത് ഇപ്പം തന്നെ കാണാം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, വോളിയം, അത് MA, RSI, അതേപോലെ പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സുകൾ അവരുടേതായ സ്ട്രാറ്റജികൾ മുഖേന അല്ലെങ്കിൽ ടെക്നിക്കൽ വശങ്ങൾ മുഖേന അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്നാൽ എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇതിവിടെ വേറെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സെറ്റിങ്സ്. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ കാണാം. ഇവിടെ സെറ്റിങ്സ്, അത് ചാർട്ട് പ്രോപ്പർട്ടീസ്, അതായത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന നമുക്ക് ഒരു സെറ്റിങ്സ് ആണിത്, ചാർട്ടിൻ്റെ സെറ്റിങ്സ് ആണിത്. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന റെഡ്, അതേപോലെ തന്നെ റെഡ്, ഗ്രീന് തുടങ്ങിയ, അതായത് ബോർഡേഴ്സ് അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അതിൻ്റെ കളറുകൾ മാറ്റാനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു കളർ, ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കളർ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സെറ്റിങ്സ് മുഖേന നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പം വാച്ചിങ് ലിസ്റ്റ് കാര്യങ്ങൾ, നമുക്ക് ടൈമിംഗ് അലേർട്ട്, അതായത് അലേർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു പൊസിഷനിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു അലേർട്ട് ആയിട്ടുള്ള ഒരു ടൂൺ നമുക്ക് ആക്റ്റീവ് ആവും. നമുക്ക് ഇവിടെ ഒരു ഏരിയ നമുക്ക് ഓർഡേഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചോ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് താഴോട്ടേക്ക് ഡൗണിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ഓർഡർ എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചോ, പക്ഷേ നമുക്ക് ഫുൾ ടൈമായിട്ട് മാർക്കറ്റിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, സാധിക്കാത്ത സാഹചര്യം അല്ലെങ്കിൽ പറഞ്ഞ വർക്കൗട്ട് ഡ്യൂട്ടിയോ കാര്യങ്ങളോ, ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അലേർട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ അലേർട്ട് ഓൺ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കലണ്ടർ, അതായത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കലണ്ടർ കാര്യങ്ങൾ, അതായത് നിങ്ങളെ ഐഡിയാസ് നിങ്ങൾക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം ഇന്ന സമയത്ത്. അതായത് നിങ്ങൾ കഴിഞ്ഞു പോയ ഒരു ട്രേഡിംഗ് ഐഡിയ, അതായത് കുറേ ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങളെ അനലൈസിൻ്റെ പ്രകാരം നിങ്ങൾ ഓർഡർ എടുത്ത് അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ ബാഡ് റിസൾട്ടാണെന്നുള്ള കാര്യം നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പൊതുവെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ഏരിയകൾ. നമുക്ക് ഈ സെക്കൻഡ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ, അതായത് ട്രെൻഡ് ലൈൻ ടൂൾസ്, അതായത് നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ടൂൾസിൽ കൂടി നമുക്ക് പല രീതിയിലുള്ള ലൈൻസുകളും നമുക്ക് ടെക്നിക്കൽ അനലൈസിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ട്രെൻഡ് ലൈനിൽ തന്നെയാണെങ്കിൽ നമുക്ക് കൂടി പല രീതിയിലുള്ള ട്രെൻഡ് ലൈനുകൾ നമുക്കിതിൽ വരയ്ക്കാൻ സാധിക്കും. നമ്മളെ ഇനി വരുന്ന ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ച് ക്ലിയർ ആയി വരുമ്പോഴും ഇത്തരത്തിലുള്ള ട്രെൻഡ് ലൈനും ഹൊറിസോണ്ടൽ ലൈനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത വരും. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ട്രെൻഡ് ലൈൻ ടൂൾസിൽ തന്നെ നമുക്ക് പല ഇതില്ല. അതായത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന ഏരിയയിൽ നിശ്ചയിച്ച് ആ ഏരിയ കൂടി പിന്നീടുള്ള മാർക്കറ്റുകളിൽ കടന്നു പോകും ഇങ്ങനെ കൂടി. അതായത് ഇന്ന ഏരിയ മുതൽ ഇനി വരുന്ന മാർക്കറ്റുകളും എങ്ങനെയാണ് ഈ ട്രെൻഡ് ലൈൻ ഈ ഒരു ഏരിയനെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഐഡന്റിഫിക്കേഷനായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. പിന്നെ ആരോസ്, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് ലെങ്തി ആയിട്ട് ഈ ഏരിയ തന്നെ ഫുള്ളായിട്ട് ഹൊറിസോണ്ടൽ ലൈനായിട്ട് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ കളറ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് മാറ്റാം. അതായത് ഓരോ ലൈനിനും നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഡിഫറൻസുകൾ, കളറുകൾ, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള കളറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അതിന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ കട്ടി നമുക്ക് കൂട്ടാൻ സാധിക്കും. എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ലൈന് ഇത്തരത്തിലുള്ള രീതിയിലാക്കാം, നോട്ടെന്ന രീതിയിലാക്കാം, കട്ടി കൂട്ടാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കട്ടി കൂട്ടി യൂസ് ചെയ്യാം. തുടങ്ങിയ പല കാര്യങ്ങളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, സിംഗിളായിട്ട് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പോകണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് വരുന്നത് പല രീതിയിലുള്ള ടൂളുകളാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പല രീതിയിലുള്ള ടൂളുകളാണ് നമ്മളെ ട്രേഡിംഗ് മെത്തേഡുകൾക്ക് അനുസരിച്ച് നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഒരു ഷേപ്പുകളായിട്ട് നമുക്ക് മാർക്കറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് വരച്ചിടാൻ സാധിക്കും. അതേപോലെ തന്നെ റെക്ടാങ്കിൾ വഴി നമുക്കൊരു ഏരിയ അടയാളപ്പെടുത്തുന്ന വെച്ചിട്ടൊക്കെ വിചാരിച്ചാൽ നമുക്കൊരു ഏരിയ
അടയാളപ്പെടുത്തി വെക്കാം. അതിൻ്റെ കളർ നമുക്ക് ഷെയ്ഡ് കൂട്ടാം, അതുപോലെ തന്നെ ഷെയ്ഡ് നമുക്ക് ഡാർക്ക് ആക്കാം. ഓരോ രീതിയിലുള്ള കളറിൽ ഷെയ്ഡുകൾ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് യൂസ് ചെയ്യാം അത്തരത്തിലുള്ള പല രീതിയിലുള്ള ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് മെയിനായിട്ട് പിന്നെ ടെക്സ്റ്റ്, നമുക്ക് ടെക്സ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഏരിയകളിലായിട്ടുള്ള നമുക്കത് ടെസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്താൻ പറ്റും. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല രീതിയിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ടൂളുകളാണ് ഈ ഒരു ടൂൾ ബോക്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സൂം ചെയ്യാം. അതുപോലെ പല രീതിയിലുള്ള ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടൂളും കാര്യങ്ങളും എല്ലാം ഒരു ലിമിറ്റഡ് മാത്രമായിട്ടായിരിക്കും നമുക്ക് ഈ മെറ്റാ ട്രേഡർ ഫോർ, അതായത് MT4 എന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കുകയുള്ളൂ. നമുക്കിതെല്ലാം ലിമിറ്റുകളുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ മുഖേന. അത്തരത്തിലുള്ള ലിമിറ്റുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വെബ്സൈറ്റാണ് ഈ Tradingview.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇതിന് തന്നെ വർക്കൗട്ട് ചെയ്യാം, സ്ട്രാറ്റജികൾ നമുക്ക് റെഡിയാക്കി വരാം. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ മുഖേന എടുത്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നോ ഒരാൾക്കും ഒരു പിടുത്തവും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക്, അതായത് നമ്മൾ ഈ ടെക്നിക്കൽ ഓരോരോ ലെവലിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ടൂൾ കൊണ്ടുള്ള ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ടൂളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യകരമാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത വീഡിയോകൾ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അത്തരത്തിലുള്ള ഈ Tradingview.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുക. പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത എന്തായാലും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.